നമസ്കാരം. ഈ വാർത്താ ദിനത്തിൽ ഇതുവരെ വന്ന മുഴുവൻ വാർത്തകളും സമഗ്രമായി പ്രേക്ഷകരെ അറിയിക്കുന്ന 1 PM ന്യൂസ് ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും 1 PM ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ അനുജ. ആദ്യ വാർത്തയിലേക്ക്. കിഫ്ബി മസാല ബോണ്ട് ഇടപാടിൽ ഫെമ ചട്ടലംഘനം ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി പിണറായി വിജയന് ഇഡിയുടെ നോട്ടീസ്. നേരിട്ടോ അല്ലാതെയോ നോട്ടീസിന് മറുപടി നൽകണമെന്നാണ് നോട്ടീസ്. മുൻ ധനമന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക്കിനും കിഫ്ബി ഉദ്യോഗസ്ഥർക്കും ഇഡി നോട്ടീസ് നൽകി. ഇഡിയുടേത് BJPക്കുള്ള പാദസേവയെന്ന് തോമസ് ഐസക് പ്രതികരിച്ചു. ലാവലിൻ കമ്പനിക്ക് നൽകിയ പ്രത്യുപകാരമാണ് മസാല ബോണ്ടെന്നാണ് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ ആരോപണം. 2019 ജനുവരിയിൽ കിഫ്ബി ചെയർമാൻ കൂടിയായ മുഖ്യമന്ത്രി അധ്യക്ഷനായുള്ള യോഗത്തിലായിരുന്നു ബോണ്ട് ഇറക്കാനുള്ള തീരുമാനം. 9.72% പലിശയിൽ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മസാല ബോണ്ടിറക്കി 2150 കോടി രൂപയാണ് കിഫ്ബി സമാഹരിച്ചത്. ഈ പണം അടിസ്ഥാന വികസന പദ്ധതികൾക്ക് വിനിയോഗിച്ചതിൽ ചട്ടലംഘനമുണ്ടായി എന്നാണ് നോട്ടീസിലുള്ളത്. വിശദീകരണം തേടിയ ശേഷമായിരിക്കും തുടർ നടപടികൾ. നോട്ടീസിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് ഹാജരാകേണ്ടതില്ല. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് 3 മാസം മുൻപ് അഡ്ജുഡിക്കേറ്റീവ് അതോറിറ്റിക്ക് നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നോട്ടീസ്. ഇഡി നടപടിക്കെതിരെ TM തോമസ് ഐസക് രംഗത്തെത്തി. ഇഡിയുടെ രാഷ്ട്രീയ ജനമാനന്മാർക്ക്, കേന്ദ്രത്തിലെ BJP അധികാരികൾക്ക് അവരുടെ ശീലം ഇങ്ങനെയായിരിക്കാം. ഇത്രയൊക്കെ പണമിടപാട് നടത്തുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്ന്, ഇങ്ങനെ അന്വേഷണം നടത്തിയാൽ എന്തെങ്കിലും കാലുമ തടയുമെന്നായിരിക്കും അവർ ചിന്തിക്കുന്നത്. അതുകൊണ്ടായിരിക്കും ഒരു അർത്ഥമില്ലാത്ത ഈ നോട്ടീസുകൾ, ഒരാവശ്യമില്ലാത്ത വിവരങ്ങൾ ചോദിച്ചയച്ചുകൊണ്ടിരിക്കുന്നത്. മസാല ബോണ്ട് ഇടപാടും SNC ലാവലിൻ കേസുമായി ബന്ധമുണ്ടെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ആരോപിച്ചു. മുഖ്യമന്ത്രി ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയി ലിസ്റ്റ് ചെയ്ത് അവിടെ മണി അടിക്കുന്നതിന് മുമ്പ് ഈ കച്ചവടം കേരളത്തിലും കാനഡയിലും നടന്നിരുന്നു. SNC ലാവലിൻ കേസുമായി ബന്ധമാണ് ഈ ഇടപാടുകൾ. C&AG റിപ്പോർട്ടിന്റെ ചുവട് പിടിച്ച് 2021 മസാല ബോണ്ട് ഇടപാടിൽ ഇഡി അന്വേഷണം ആരംഭിച്ചത്. തുടർന്ന് 7 തവണ മുൻ ധനമന്ത്രി തോമസ് ഐസക്കിന് ഇഡി നോട്ടീസ് നൽകി. ഇതിനെതിരെ തോമസ് ഐസക് കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു. 24 കൊച്ചി. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണം അന്തിമഘട്ടത്തിലേക്ക് കടക്കുന്നതിനിടെ മസാല ബോണ്ട് കേസിലെ ഇഡി നോട്ടീസ് രാഷ്ട്രീയ ചർച്ചയാകുന്നു. തെരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയ കളിയാണ് എന്നാണ് CPIM പ്രതികരണം. ഇഡി നീക്കം ഫലം കാണില്ലെന്ന് ചൂണ്ടിക്കാട്ടുന്ന പ്രതിപക്ഷം മസാല ബോണ്ടിന് പിന്നിലെ മറ്റ് താത്പര്യങ്ങൾ കൂടി പുറത്തു വരേണ്ടതുണ്ടെന്ന് ആവശ്യപ്പെടുന്നു. മസാല ബോണ്ട് ഇടപാടിൽ വിദേശ നാണയ വിനിമയ ചട്ടങ്ങൾ ലംഘിച്ചുവെന്ന നിഗമനത്തിലാണ് ഇഡി അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി കിഫ്ബി ചെയർമാനായ മുഖ്യമന്ത്രിക്കും മുൻ ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്കിനും നോട്ടീസ് അയച്ചിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് പ്രചരണം ഉച്ചസ്ഥായിയിൽ നിൽക്കുന്നതിനിടെ വന്നിരിക്കുന്ന ഇഡി നോട്ടീസിന് പിന്നിൽ രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ടായെന്ന സംശയത്തിലാണ് CPIM. ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, എന്തുകൊണ്ടാണ് ഈ ഇഡി കടലാസൊന്നും അയക്കാതിരുന്നത്. അപ്പോൾ നോക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾ പറയുമ്പോൾ കടലാസ് വന്നു എന്നുള്ളത് വ്യക്തമായി. ഇതെല്ലാം രാഷ്ട്രീയ കളിയല്ലേ, അദൃശ്യമായ ഏതോ ഒരു ഒന്നുമല്ല, BJPയുടെ രാഷ്ട്രീയ നിലപാടാണ്. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിലെ മുൻകാല അനുഭവങ്ങൾ ചൂണ്ടിക്കാട്ടുന്ന പ്രതിപക്ഷം ഇഡി നോട്ടീസിനെ ഗൗരവത്തിൽ കാണുന്നില്ല. എന്നാൽ മസാല ബോണ്ട് വാങ്ങിയതാര്, ലാവ്ലിൻ കമ്പനിയുമായി ബന്ധമുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങൾ കോൺഗ്രസ് നേതൃത്വം ഉന്നയിക്കുന്നു. ഇതിപ്പോൾ ലോക്കൽ ബോഡി ഇലക്ഷൻ നടക്കുന്നതിന്റെ ഒരു 10 ദിവസം മുമ്പ് നോട്ടീസ് അയച്ചിരിക്കുന്നതും CPMനെയും മുഖ്യമന്ത്രിയും ഒന്ന് പേടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലാതെ ഇഡി ഒന്നും ചെയ്യില്ല. സ്വർണ്ണക്കടത്ത് കേസിലും കരുവന്നൂർ സഹകരണ ബാങ്ക് കേസിലും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരായ കേസുകളിലെയും അന്വേഷണങ്ങളിൽ ഫലമുണ്ടാകാത്തതാണ് ഇഡിയുടെ വിശ്വാസിക്ക് നേരെ ചോദ്യങ്ങൾ ഉയരാൻ കാരണം. 24 തിരുവനന്തപുരം. ലൈംഗിക പീഡന ഭ്രൂണഹത്യ കേസുകളിൽ ഒളിവിൽ പോയ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കായി പോലീസിന്റെ വ്യാപക തിരച്ചിൽ. പാലക്കാട്ട് നിന്ന് രാഹുൽ മുങ്ങിയതെന്ന് കരുതുന്ന ചുവന്ന കാർ സിനിമാ താരത്തിന്റേതാണ് എന്നാണ് അന്വേഷണ സംഘത്തിന്റെ സംശയം. അതിജീവിതയെ അധിക്ഷേപിച്ചുവെന്ന കേസിൽ രാഹുൽ ഈശ്വറുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. ഇതേ കേസിൽ 4ാം പ്രതിയായ KPCC ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യർ മുൻകൂർ ജാമ്യം തേടി കോടതിയെ സമീപിച്ചു. മറ്റന്നാൾ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കും മുൻപ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് നിന്നും MLA വാഹനം ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടത് ഒരു ചുവന്ന ഫോക്സ് വാഗൻ കാറിലാണെന്ന് പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഒരു സിനിമാ താരത്തിന്റെ വാഹനമെന്നത് സംശയിച്ച് അന്വേഷണ സംഘം പരിശോധന ആരംഭിച്ചു. പത്തനംതിട്ടയിൽ രാഹുലിനും 2ാം പ്രതി ജോബി ജോസഫിനുമായി സുഹൃത്തുക്കളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും നടന്നുവരികയാണ്. പാലക്കാട്ടെ രാഹുൽ മാങ്കൂട്ടത്തലിന്റെ ഫ്ളാറ്റിലെ CCTV ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്ത നിലയിലാണ്. രാഹുൽ ഒളിവിൽ പോയ കഴിഞ്ഞ വ്യാഴാഴ്ചത്തെ ദൃശ്യങ്ങളാണ് DVRൽ നിന്നും ഡിലീറ്റ് ചെയ്തിരിക്കുന്നത്. CCTV DVR SIT കസ്റ്റഡിയിലെടുത്തു. അപ്പാർട്ട്മെന്റ് കെയർടേക്കറെ സ്വാധീനിച്ച് ഡിലീറ്റ് ചെയ്തതെന്ന സംശയത്തിൽ കെയർടേക്കറെ SIT ചോദ്യം ചെയ്യും. അതേസമയം ഇരയെ അധിക്ഷേപിച്ച കേസിൽ രാഹുൽ ഈശ്വറുമായി സൈബർ പോലീസ് പൗടിക്കോണത്തെ വീട്ടിൽ തെളിവെടുപ്പ് നടത്തി. ലാപ്ടോപ്പ് കണ്ടെത്താനായിരുന്നു പോലീസ് നീക്കം. രാഹുൽ മാങ്കൂട്ടത്തിലിനെ അനുകൂലിച്ച് ഇനിയും വീഡിയോകൾ ചെയ്യുമെന്ന് തെളിവെടുപ്പിനിടെ രാഹുൽ ഈശ്വർ.
രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി വീഡിയോ ചെയ്യുന്നത് നിർത്തണമെന്നാണ് എന്നോട് ആവശ്യം. രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി വീഡിയോ ചെയ്യുന്നത് നിർത്തില്ല. വൈദ്യപരിശോധനയ്ക്ക് ശേഷം രാഹുലിനെ കോടതിയിൽ ഹാജരാക്കും. കേസിൽ മറ്റൊരു പ്രതിയായ സന്ദീപ് വാര്യർ തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യ ഹർജി നൽകി. അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തുന്ന തരത്തിൽ ഇടപെട്ടിട്ടില്ലെന്നാണ് സന്ദീപ് മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറയുന്നത്. 24 തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അംഗങ്ങളെ പ്രതിക്കൂട്ടിലാക്കി എ പത്മകുമാർ. ബോർഡ് അംഗങ്ങളുടെ അറിവോടെയാണ് എല്ലാം ചെയ്തത് എന്നാണ് ദേവസ്വം ബോർഡ് മുൻ അധ്യക്ഷൻ എ പത്മകുമാറിന്റെ ജാമ്യാപേക്ഷയിലെ പരാമർശം. അതേസമയം സ്വർണ്ണക്കൊള്ളയിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നൽകിയ ഹർജി ഹൈക്കോടതി അടുത്തയാഴ്ച പരിഗണിക്കും. മുൻ ദേവസ്വം ബോർഡ് അംഗങ്ങളെ കൂടി പ്രതിക്കൂട്ടിൽ നിർത്തിയാണ് എ പത്മകുമാർ കോടതിയിൽ നൽകിയ ജാമ്യാപേക്ഷ. സ്വർണ്ണപ്പാളി ചെമ്പെന്ന് രേഖപ്പെടുത്തിയത് ബോർഡ് അംഗങ്ങളുടെ അറിവോടെയാണ്. ഉദ്യോഗസ്ഥർ പിച്ചള എന്ന് എഴുതിയപ്പോൾ താൻ അത് മാറ്റി. ചെമ്പ് ഉപയോഗിച്ചാണ് പാളി നിർമ്മിച്ചത് എന്നതിനാലാണ് തിരുത്തിയത്. ബോർഡിന് വീഴ്ച പറ്റിയതിൽ താൻ മാത്രം എങ്ങനെ പ്രതിയാകും? എല്ലാ തീരുമാനത്തിനും കൂട്ടുത്തരവാദിത്വമുണ്ടെന്നും കൊല്ലം കോടതിയിൽ സമർപ്പിച്ച ജാമ്യാപേക്ഷയിൽ പത്മകുമാർ വാദിക്കുന്നു. KP ശങ്കർദാസും N വിജയകുമാറുമാണ് പത്മകുമാറിന്റെ കാലത്തെ ദേവസ്വം ബോർഡ് അംഗങ്ങൾ. പത്മകുമാറിനെ കുറ്റപ്പെടുത്തിയായിരുന്നു ഇരുവരും SITക്ക് മുന്നിൽ മൊഴി നൽകിയത്. പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി നാളെ പരിഗണിക്കും. സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം ഇഴിയുന്നെന്നാണ് BJPയുടെ കുറ്റപ്പെടുത്തൽ. കേരള സർക്കാർ നയിക്കുന്നവർ തന്നെയാണ് കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കുന്നത്. അതൊരു പത്മകുമാറും ഒരു വാസുവും മാത്രമല്ല, ഇവിടുത്തെ CPMന്റെ സമുന്നതരായ നേതാക്കന്മാരെല്ലാവർക്കും ഇതിൽ പങ്കുണ്ട്. സ്വർണ്ണക്കൊള്ളയിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ നൽകിയ ഹർജി അടുത്ത ആഴ്ച ഹൈക്കോടതി പരിഗണിക്കും. 24 തിരുവനന്തപുരം. കുവൈറ്റിൽ നിന്ന് കൊച്ചിയിലെത്തിയ ശേഷം ബംഗളൂരു സ്വദേശി സൂരജ് ലാമയെ കാണാതായ സംഭവത്തിൽ രൂക്ഷ വിമർശനവുമായി മകൻ സന്തോൺ ലാമ. ഔദ്യോഗിക സംവിധാനങ്ങൾക്ക് മൊത്തം പിഴവ് സംഭവിച്ചു എന്നാണ് വിമർശനം. കൊച്ചി കളമശ്ശേരി HMT പരിസരത്ത് മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ പോലീസിനെ ഹൈക്കോടതി രൂക്ഷമായി വിമർശിച്ചു. സൂരജ് ലാമയെ അന്വേഷിച്ച മകൻ കളമശ്ശേരി മെഡിക്കൽ കോളേജിലെത്തിയപ്പോൾ ആളിവിടെ ഇല്ല എന്നായിരുന്നു അധികൃതർ ആദ്യം നൽകിയ മറുപടി. പിന്നീട് മാധ്യമങ്ങളിൽ വാർത്ത വന്ന ശേഷമാണ് അജ്ഞാതൻ എന്നത് മാറ്റി സൂരജ് ലാമ എന്ന് രേഖപ്പെടുത്തിയത്. ഇക്കാര്യത്തിലാണ് ഗുരുതര ആരോപണവുമായി മകൻ സാന്തോൺ ലാമ രംഗത്തെത്തിയത്. മാനസിക വെല്ലുവിളി നേരിടുന്ന പിതാവിനെ പുറത്തുപോകാൻ കളമശ്ശേരി മെഡിക്കൽ കോളേജ് അധികൃതർ അനുവദിച്ചത് വലിയ പിഴവെന്നാണ് ആരോപണം. മൊത്തം സിസ്റ്റം തകരാറിലാണെന്നും പോലീസ് അന്വേഷണം നടത്തിയ ഭാഗത്ത് നിന്നാണ് ഇപ്പോൾ മൃതദേഹം കിട്ടിയതെന്നും സാന്തോൺ ലാമ. If Ernakulam Medical College had not let my father go, we wouldn't be here. If they had to follow procedure, those people told me that he can say his name. He doesn't know his name, dude. It's just that they have shown their lack of responsibility so far. It's called due negligence in English. അതേസമയം വിഷയത്തിൽ ഹൈക്കോടതിയും രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത്. ജുഡീഷ്യൽ സിറ്റി വരാൻ പോകുന്ന കളമശ്ശേരി HMT പരിസരത്ത് നിന്ന് മൃതദേഹം കണ്ടെത്തിയത് അധികൃതരുടെ നിരീക്ഷണക്കുറവ് ചൂണ്ടിക്കാണിക്കുന്നതാണ്. നൈറ്റ് വാക്കിംഗ് നടത്തിയിട്ട് കാര്യമില്ലെന്നും എല്ലാവർക്കും എല്ലാ സമയവും സുരക്ഷിതമായി നടക്കാൻ പറ്റണമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. DGP, ADGP എന്നിവർ മറുപടി നൽകേണ്ടി വരുമെന്നും ഹൈക്കോടതി മുന്നറിയിപ്പ് നൽകി. 24 കൊച്ചി. BJPയിൽ ഗ്രൂപ്പ് വഴക്കില്ലെന്നും നേതാക്കൾ തമ്മിലേത് അഭിപ്രായ വ്യത്യാസം മാത്രമെന്നും BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ 24നോട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ RSSനോട് സഹായം അഭ്യർത്ഥിച്ചു. MP ആകാൻ ആർക്കും പണം നൽകിയിട്ടില്ലെന്നും എന്നാൽ ബിസിനസ്സുകാരനായിരുന്നപ്പോൾ എല്ലാവർക്കും പണം നൽകിയിട്ടുണ്ടെന്നും 24ന്റെ ആൻസർ പ്ലീസ് പരിപാടിയിൽ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. രാജീവ് ചന്ദ്രശേഖറുമായി 24 അസോസിയേറ്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ദീപക് ധർമ്മടം നടത്തിയ അഭിമുഖം ഇന്ന് വൈകിട്ട് 5 കാണാം. കേരളത്തിലെ BJPയിൽ ഇപ്പോൾ സംഭവിക്കുന്നതെന്ത്? എല്ലാം തുറന്നു പറയുകയാണ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. നേതാക്കൾ തമ്മിൽ അഭിപ്രായ ഭിന്നതയുണ്ട്, എന്നാൽ ഗ്രൂപ്പ് വഴക്കില്ല. രാജീവ് ചന്ദ്രശേഖർ തുറന്നു പറഞ്ഞു. ഞാൻ സത്യമായിട്ട് പറയട്ടെ, ഞാൻ ഇവിടെ വന്നപ്പോൾ എന്നോട് ആദ്യം പറഞ്ഞത് നിങ്ങൾ ഭയങ്കര ചാലഞ്ചായിരിക്കും ഗ്രൂപ്പിസം എന്നോട് പറഞ്ഞത്. ഞാൻ ഇതുവരെ ഒരു ഗ്രൂപ്പും കണ്ടിട്ടില്ല. ഒരു ഡെമോക്രാറ്റിക് പാർട്ടിയാണ് ഞങ്ങളുടെ കോർ ഗ്രൂപ്പിൽ ഞങ്ങൾ ഇരിക്കുമ്പോൾ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ മറ്റ് ലീഡേഴ്സിന് ഒരു അഭിപ്രായം ഉണ്ടാവും. അത് ഞാൻ അതൊരു നെഗറ്റീവായിട്ട് കാണുന്നില്ല. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് RSS സഹായം BJP അഭ്യർത്ഥിച്ചുവെന്നും RSS BJP കോംബോ വൻ വിജയം നൽകുന്നതാണെന്നും രാജീവ് ചന്ദ്രശേഖർ വെളിപ്പെടുത്തി. BJP RSSന്റെ റിലേഷൻഷിപ്പ് ഞാൻ അങ്ങനെയാണ് കാണുന്നത്. ഒരു ഗെയിം ചേഞ്ചറാണ്, ഫോഴ്സ് മൾട്ടിപ്ലയർ ആണ്. താനിപ്പോൾ മുതലാളിയല്ലെന്നും 20 വർഷം മുമ്പ് രാഷ്ട്രീയക്കാരനായി എന്നും രാജീവ് ചന്ദ്രശേഖർ തുറന്നടിക്കുകയാണ്. അല്ല, ഞാൻ ബിസിനസ്മാൻ ആയിരുന്നു. ബിസിനസ്സിൽ നിന്നാണ് ഞാൻ പോളിറ്റിക്സിൽ വന്നത്. ഞാൻ ബിസിനസ്മാൻ അല്ല, ഇപ്പോൾ അങ്ങനെയല്ല. 20 കൊല്ലമായിട്ട് ഞാൻ പോളിറ്റിക്സിലാണ്. അപ്പോൾ
മുതലാളി എന്ന് പറയുമ്പോൾ ഇതൊരു ഡെറോഗേറ്ററി ടേമായിട്ട് നമ്മൾ സഖാവുമാർ ഉപയോഗിക്കുന്നതാണ്. കാശു നൽകി MP ആയി എന്ന ആരോപണം പാടയെ തള്ളുകയാണ് രാജീവ് ചന്ദ്രശേഖരൻ. എന്നാൽ എല്ലാ പാർട്ടികൾക്കും പണ്ട് പണം നൽകിയിട്ടുണ്ടെന്ന് തുറന്ന് സമ്മതിക്കുന്നു 24 ആൻസർ പ്ലീസിൽ. ഞാൻ മൻമോഹൻ സിംഗിന് സഹായിച്ചിട്ടുണ്ടല്ലോ ഇലക്ഷൻ സമയത്ത്. ഞാൻ മൻമോഹൻ സിംഗ് ന്യൂഡൽഹി ലോക്സഭ മത്സരിക്കുമ്പോൾ ഞാൻ പോയിട്ട് ഒഫീഷ്യലായിട്ട് അദ്ദേഹത്തിന് കാശ് കൊടുത്ത് സഹായിച്ചിട്ടുണ്ട്. ക്യാമറാമാൻമാരായ രാജേഷ് വള്ളരിക്കുണ്ടിനും അഭിലാഷ് പള്ളിക്കരക്കുമൊപ്പം ദീപക് ധർമ്മടം, 24. SIR സമയപരിധി നീട്ടിയിട്ടും സമ്മർദ്ദം ഒഴിയാതെ BLOമാർ. സമയം നീട്ടിയെന്ന് കരുതി വിശ്രമിക്കരുതെന്ന് ചൂണ്ടിക്കാട്ടിയുള്ള തിരുവനന്തപുരം കാട്ടാക്കട ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസറുടെ ശബ്ദ സന്ദേശം പുറത്ത്. നിലവിൽ ചെയ്ത അതേ വേഗത്തിൽ എന്യൂമറേഷൻ ഫോം കളക്ഷനും ഡിജിറ്റൈസേഷനും ചെയ്യണമെന്നാണ് BLOമാർക്ക് നൽകിയ നിർദ്ദേശം. SIR സമയപരിധി നീട്ടിയിട്ടും BLOമാർ അനുഭവിക്കുന്ന ജോലി സമ്മർദ്ദത്തിന് കുറവില്ല. സമയം നീട്ടിയെന്ന് കരുതി BLOമാർ വിശ്രമിക്കരുതെന്ന കാട്ടാക്കട EROയുടെ ശബ്ദ സന്ദേശം പുറത്ത്. EF ഡിജിറ്റൈസേഷന്റെ തീയതി നീട്ടിയിട്ടുണ്ടെങ്കിൽ പോലും വളരെയധികം പേര് ഇപ്പോഴും നമ്മൾ 50% താഴെയാണ്. അപ്പോൾ ഇതിൽ നീട്ടിയിട്ടുണ്ടെന്നുള്ളൊരു ധാരണയിൽ നമ്മൾ വീണ്ടും ഇതിൽ ഒരു ഫ്ലെക്സിറ്റി കാണിക്കരുത്. അപ്പോൾ അവർ അടിയന്തരമായി ഇതുവരെ ചെയ്ത അതേ വേഗതയോടെ കൃത്യതയോടെയും ഇത് കളക്ഷനും ഡിജിറ്റൈസേഷനും ചെയ്യേണ്ടതാണ്. ഡിജിറ്റൈസേഷൻ പലയിടങ്ങളിലും 50% താഴെയാണ്. നിലവിൽ ചെയ്ത അതേ വേഗതയിൽ കളക്ഷനും ഡിജിറ്റൈസേഷനും പൂർത്തിയാക്കണമെന്നും ERO നിർദ്ദേശം നൽകുന്നു. ഫോമുകൾ ഇനിയും പൂരിപ്പിച്ച് നൽകാനുണ്ട്. ഡിജിറ്റൈസേഷൻ പൂർത്തിയാക്കണം. പിന്നാലെ BLO BLA യോഗങ്ങൾ വിളിക്കണം. കടുത്ത ജോലി സമ്മർദ്ദത്തെ തുടർന്ന് രോഗികളായ BLOമാർക്ക് ആശുപത്രിയിൽ പോലും പോകാൻ കഴിയാത്ത അവസ്ഥയാണ്. BLOമാരുടെ ജോലി സമ്മർദ്ദം ലഘൂകരിക്കുന്നതിന്റെ ഭാഗമായി സൂംബ ഡാൻസും പാട്ടുമടക്കം ജോയത്തോൺ ക്യാമ്പുകൾ സംഘടിപ്പിക്കാൻ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ നിർദ്ദേശം നൽകിയിരുന്നു. SIR നടപടിക്രമങ്ങൾക്ക് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരാഴ്ചയാണ് അധികം അനുവദിച്ചത്. പക്ഷേ ഇതൊന്നും BLOമാരുടെ ജോലി സമ്മർദ്ദം കുറയ്ക്കുന്നില്ലെന്നതാണ് വാസ്തവം. അലക്സ് റാം മുഹമ്മദ്, 24, തിരുവനന്തപുരം. പ്രധാനപ്പെട്ട അടുത്ത വാർത്തയിലേക്ക്. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന് പ്രതിപക്ഷ പ്രതിഷേധത്തോടെ തുടക്കം. SIR വിഷയത്തിലെ പ്രതിപക്ഷ ബഹളത്തിൽ ലോക്സഭ തടസ്സപ്പെട്ടു. പുതിയ രാജ്യസഭാ അധ്യക്ഷൻ CP രാധാകൃഷ്ണനെ അഭിനന്ദിച്ച് മല്ലികാർജ്ജുൻ ഖർഗെ നടത്തിയ പരാമർശത്തിനെതിരെ ഭരണപക്ഷം രംഗത്തെത്തി. प्रधानमंत्री बाहर बहुत जोरदार तकरीर करके इसीलिए आपकी शुभकामना मैं देता हूँ. आप सबके धन्यवाद. किरण रिजिजू जी. ഡ്രാമയല്ല ഡെലിവറിയാണ് വേണ്ടത് എന്നായിരുന്നു സമ്മേളനം ആരംഭിക്കും മുൻപ് മാധ്യമങ്ങളോട് പ്രതിപക്ഷത്തെ വിമർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതികരണം. भारत ने सिद्ध कर दिया है डेमोक्रेसी कैन डिलीवर. ड्रामा करने के लिए जगह बहुत होती है. जिसको करना है करते रहें. यहां ड्रामा नहीं, डिलीवरी होनी चाहिए. या तो चुनावी का वार्मिंग अप के लिए उपयोग किया जा रहा है, या तो पराजय की बौखलाहट करने को निकालने के लिए उपयोग किया जा रहा है. अब उन्होंने एक बार चिंतन करना चाहिए कि पिछले 10 साल से ये जो खेल खेल रहे हैं, देश स्वीकार नहीं कर रही है इन पद्धतियों को. तो अब थोड़ा बदलें, अपनी रणनीति बदलें. ഇതിനിടെ രേണുക ചൗധരി MP വളർത്തുനായയുമായി പാർലമെന്റിൽ എത്തിയത് വിവാദമായി. ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങളുമായി. ബൽറാം, എന്താണ് ഇരുസഭകളിലും ആദ്യ ദിനം സംഭവിച്ചത്? അനുജ, പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന്റെ ആദ്യ ദിനം തന്നെ ബഹളത്തിൽ മുങ്ങി. പ്രധാനമായും SIR ഒരു പ്രധാന വിഷയമായി ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുകയാണ് പ്രതിപക്ഷം. ഇന്ന് രാവിലെ ചേർന്ന ഇന്ത്യ സഖ്യത്തിന്റെ യോഗത്തിൽ അത്തരത്തിൽ തീരുമാനമെടുക്കുകയും സഭാ നടപടികൾ ആരംഭിച്ച ഉടൻ തന്നെ SIRൽ ചർച്ച ആവശ്യപ്പെട്ട പ്രതിപക്ഷം ബഹളം ഉയർത്തുകയുമായിരുന്നു. എന്നാൽ ലോക്സഭാ അധ്യക്ഷൻ ഓം ബിർള അതിന് തയ്യാറായില്ല. തുടർന്ന് ലോക്സഭ 2 തവണ തടസ്സപ്പെട്ടു. ഇപ്പോൾ 2 മണിവരെ സഭ നിർത്തിവെച്ചിരിക്കുകയാണ്. രാജ്യസഭയിൽ ഇന്ന് പുതിയ രാജ്യസഭാ അധ്യക്ഷൻ CP രാധാകൃഷ്ണന്റെ ആദ്യ ദിനമാണ്. അദ്ദേഹത്തിന് ആശംസകൾ അർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഒപ്പം തന്നെ സഭാ ഉപാധ്യക്ഷൻ
അധ്യക്ഷൻ കൂടാതെ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കമുള്ളവർ സംസാരിച്ചു. മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ആശംസ പ്രസംഗത്തിനിടെ മുൻ അധ്യക്ഷന്റെ പോലെ നിഷ്പക്ഷനല്ലാതെ പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയായിരുന്നു. മുൻ അധ്യക്ഷൻ നിഷ്പക്ഷതയിലായല്ല പ്രവർത്തിച്ചത് എന്ന തരത്തിൽ വന്ന പരാമർശത്തിനെതിരെ ഭരണപക്ഷാംഗങ്ങൾ രംഗത്തെത്തുകയും അത് ബഹളത്തിന് വഴിവെക്കുകയുമായിരുന്നു. തുടർന്ന് എന്തായാലും രാജ്യസഭ പുതിയ അധ്യക്ഷന് ആശംസകൾ അർപ്പിച്ച് പിരിഞ്ഞിരിക്കുകയാണ്. 2 മണിവരെയാണ് രാജ്യസഭയും പിരിഞ്ഞിരിക്കുന്നത്. ഇന്ന് പ്രധാനമന്ത്രി ഈ സമ്മേളനത്തിന് മുന്നോടിയായി നടത്തിയ പ്രസംഗത്തിൽ ബീഹാർ തിരഞ്ഞെടുപ്പ് ഉൾപ്പെടെ എടുത്തു പറഞ്ഞ് പ്രതിപക്ഷത്തിനെതിരെ കടുത്ത വിമർശനങ്ങൾ തന്നെ ഉന്നയിച്ചിരുന്നു. തോൽവിയിൽ നിന്നും പ്രതിപക്ഷത്തിന് ഇതുവരെ മോചനം ലഭിച്ചില്ല എന്നും ഈ സഭാ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹകരിക്കണം എന്നും അഭ്യർത്ഥിച്ചു. അതിനിടെ കോൺഗ്രസ് MP രേണുക ചൗധരി വളർത്തുനായയുമായി പാർലമെന്റിൽ എത്തിയത് വിവാദമായി. രേണുക ചൗധരിക്കെതിരെ നടപടിയെടുക്കണം എന്നാണ് BJP MP ജഗദാംബിക പാൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതേസമയം സർക്കാർ മൃഗവിരോധികൾ എന്ന പ്രതികരണമാണ് രേണുക ചൗധരി നടത്തിയിരിക്കുന്നത്. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന് തുടക്കമായി ഇരു സഭകളിലും ആദ്യ ദിനം നടന്നത് എന്ത് എന്നതാണ് ബൽറാം നെടുങ്ങാടി വിശദീകരിച്ചത്. ഇപ്പോൾ വരുന്ന വാർത്ത, സൈബർ അധിക്ഷേപ പരാതിയിൽ രാഹുൽ ഈശ്വറിന്റെ ലാപ്ടോപ്പ് പിടിച്ചെടുത്തിരിക്കുന്നു. വീട്ടിൽ നിന്നാണ് പോലീസ് ലാപ്ടോപ്പ് പിടിച്ചെടുത്തത്. അടുത്ത വാർത്ത, ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഷഫീദ് റാവുത്തർ ഉണ്ട്. ഷഫീദ്, എന്താണ് വിശദാംശങ്ങൾ? ഇതിനുള്ള തിരച്ചിൽ പരിശോധന പോലീസ് നടത്തിയിരുന്നല്ലോ. അനുജ, ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയിട്ടുള്ള സ്ത്രീയെ, പെൺകുട്ടിയെ, അതിജീവിതയെ സമൂഹ മാധ്യമത്തിലടക്കം അധിക്ഷേപിക്കുകയും അതേപോലെ തന്നെ അവരുടെ ഐഡന്റിറ്റി വ്യക്തമാകുന്ന തരത്തിലേക്കുള്ള ചില പ്രചരണങ്ങളും നടത്തിയ കേസുമായി ബന്ധപ്പെട്ടാണ് രാഹുൽ ഈശ്വറിനെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ശേഷം അല്പസമയം മുൻപാണ് രാഹുൽ ഈശ്വറിന്റെ പൗടിക്കോണത്തെ വീട്ടിലേക്ക് എത്തി തെളിവെടുപ്പ് നടത്തിയത്. തെളിവെടുപ്പ് ഏതാണ്ട് 1.5 മണിക്കൂർ പിന്നിടുന്നു. ഈ ലാപ്ടോപ്പ് കണ്ടെത്തുക തന്നെയായിരുന്നു അന്വേഷണ സംഘത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യവും. കാരണം ഈ ലാപ്ടോപ്പ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇദ്ദേഹം ആ വീഡിയോ, അതായത് 4ഓളം അധിക്ഷേപ വീഡിയോകൾ അദ്ദേഹം അപ്ലോഡ് ചെയ്തിരുന്നു. അതിൽ പലതരത്തിലുള്ള പ്രയോഗങ്ങൾ ആ അതിജീവിതയ്ക്കെതിരെ നടത്തുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഈ ലാപ്ടോപ്പ് കണ്ടെത്തേണ്ടത് അനിവാര്യമാണെന്ന് അന്വേഷണ സംഘം വിലയിരുത്തുകയും തെളിവെടുപ്പ് നടത്തുകയും ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ, ഈ സൈബർ പോലീസ് രാഹുൽ ഈശ്വറിനെ ഹാജരാകാൻ നിർദ്ദേശം നൽകാൻ വീട്ടിലെത്തിയപ്പോൾ തന്നെ അതിനുശേഷം അദ്ദേഹം ഇട്ട ഒരു ഫേസ്ബുക്ക് വീഡിയോയിൽ ഈ ലാപ്ടോപ്പ് മാറ്റുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് വളരെ വേഗം ഈ ലാപ്ടോപ്പ് കസ്റ്റഡിയിലെടുക്കാനുള്ള അന്വേഷണ സംഘത്തിന്റെ നീക്കം. ഇനി ഇക്കാര്യത്തിൽ ഈ കേസിലെ 4ാം പ്രതിയായിട്ടുള്ള സന്ദീപ് വാര്യർ മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയിൽ തേടിയിരുന്നു, ഹർജി നൽകിയിരുന്നു. ഇതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘം പരിഗണിക്കും. രാഹുൽ ഈശ്വറിനെ പൗടിക്കോണത്തെ വീട്ടിലെ തെളിവെടുപ്പ് പൂർത്തിയായാൽ അദ്ദേഹത്തെ ഉടൻ തന്നെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. അതാണ് അതിജീവിതയെ അധിക്ഷേപിച്ച കേസിലാണ് രാഹുൽ ഈശ്വറിന്റെ ലാപ്ടോപ്പ് പൗടിക്കോണത്തെ വസതിയിൽ നിന്ന് തന്നെ പോലീസ് പിടിച്ചെടുത്തത്. രാഹുൽ ഈശ്വറുമായി തെളിവെടുപ്പ് നടത്തിയിരുന്നു. അതിനുശേഷം ഇപ്പോൾ ലാപ്ടോപ്പ് പിടിച്ചെടുത്തിരിക്കുന്നു. ഇനി വൈദ്യപരിശോധന, അതിനുശേഷം രാഹുൽ ഈശ്വറെ കോടതിയിൽ ഹാജരാക്കും. നേരത്തെ മാധ്യമങ്ങളോട് രാഹുൽ ഈശ്വർ പറഞ്ഞത് അതിജീവിതയെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള വീഡിയോ അത് നിർത്തണം എന്നുള്ളതാണ്. പക്ഷേ അത്തരത്തിലേക്കുള്ള കാര്യങ്ങൾ അത് തുടരും എന്നുള്ളതാണ് മാധ്യമങ്ങളോട് രാഹുൽ ഈശ്വർ വ്യക്തമാക്കിയത്. അടുത്ത വാർത്ത, ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് 8 ഇടങ്ങളിൽ NIA-യുടെയും ജമ്മുകശ്മീർ പോലീസിന്റെയും പരിശോധന. ജമ്മുകശ്മീരിലെ പുൽവാമ, ഷോപ്പിയാൻ, കുൽഗാം ജില്ലകളിലെ 8 ഇടങ്ങളിലാണ് പരിശോധന. ഡൽഹി സ്ഫോടന കേസിൽ മുഖ്യപ്രതികളിൽ ഒരാളായ വനിതാ ഡോക്ടർ ഷഹീൻ ഷഹീദിന്റെ ഉത്തർപ്രദേശിലെ വീട്ടിലും അന്വേഷണ സംഘം പരിശോധന നടത്തി. ഷഹീൻ ഷാഹിദിന്റെ പിതാവിനെയും സഹോദരനെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. വീട്ടിൽ നിന്ന് ചില രേഖകളും ഇലക്ട്രോണിക് ഉപകരണങ്ങളും പിടിച്ചെടുത്തു. ഡിറ്റ്വ ചുഴലിക്കാറ്റ് ഇന്ന് ന്യൂനമർദ്ദമായി ദുർബലപ്പെടും. തമിഴ്നാടിന്റെ തീരദേശ മേഖലകളിൽ മഴ തുടരുകയാണ്. തീവ്ര ന്യൂനമർദ്ദം ചെന്നൈ തീരത്തിന് 50 കിലോമീറ്റർ അടുത്തെത്തി. ശ്രീലങ്കയിൽ മരണം 334 ഉയർന്നു. ഇന്നലെ രാത്രിയിൽ തീവ്ര ന്യൂനമർദ്ദമായ ഡിറ്റ്വ ചുഴലിക്കാറ്റ് നിലവിൽ ചെന്നൈ തീരത്തു നിന്നും 50 കിലോമീറ്റർ അകലെയാണ്. മണിക്കൂറിൽ 5 കിലോമീറ്ററാണ് കാറ്റിന്റെ വേഗം. ഇന്ന് രാത്രിയോടെ തീവ്ര ന്യൂനമർദ്ദമായി മാറും. തമിഴ്നാടിന്റെ തീരദേശ മേഖലകളിൽ മഴ തുടരുകയാണ്. ചെന്നൈയിലും തിരുവള്ളൂരും ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. 3 ജില്ലകളിൽ യെല്ലോ അലർട്ടുണ്ട്. 65 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശുമെന്നും മുന്നറിയിപ്പുണ്ട്. ശക്തമായ കാറ്റിലും മഴയിലും തമിഴ്നാട്ടിൽ ഇതുവരെ 4 പേർ മരിച്ചു. ഹെക്ടർ കണക്കിന് സ്ഥലത്തെ കൃഷി നശിച്ചു. 300ഓളം വീടുകൾ തകർന്നു. രാമനാഥപുരം, നാഗപട്ടണം, കടലൂർ തുടങ്ങിയ ജില്ലകളിൽ വെള്ളക്കെട്ട് രൂക്ഷമായി തുടരുകയാണ്. ശ്രീലങ്കയിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. രാജ്യത്ത് 334 പേർ മരിച്ചു. 370 പേരെ കാണാനില്ല. രാജ്യത്തെ 25 ജില്ലകളിലായുള്ള 11 ലക്ഷം പേരെയാണ് ഡിറ്റ്വ ചുഴലിക്കാറ്റ് ബാധിച്ചത്. 24 ചെന്നൈ. ആലപ്പുഴ കായംകുളത്ത് അഭിഭാഷകനായ മകൻ പിതാവിനെ വെട്ടിക്കൊലപ്പെടുത്തി. പീഡികച്ചിറയിൽ നടരാജനാണ് കൊല്ലപ്പെട്ടത്. ആക്രമണത്തിൽ പരുക്കേറ്റ മാതാവ് സിന്ധു ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്.
പ്രതി അഡ്വക്കേറ്റ് നവജിത്ത് നടരാജനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മാവേലിക്കര കോടതിയിൽ അഭിഭാഷകനാണ് നവജിത്ത്. ഇന്നലെ രാത്രി 8:30യോടുകൂടി ഈ വീട്ടിലേക്ക് എത്തുന്നു. മകന്റെ ലഹരി ഉപയോഗം ചോദ്യം ചെയ്ത അമ്മയെയാണ് കയ്യിൽ കരുതിയിരുന്ന വെട്ടുകത്തി ഉപയോഗിച്ച് ആദ്യം വെട്ടിയത്. തടയാനെത്തിയ അച്ഛനെയും മാരകമായി വെട്ടി പരിക്കേൽപ്പിച്ചു. തലയിലും കഴുത്തിലും നെഞ്ചിലുമടക്കം 10ഓളം വെട്ടാണ് നടരാജനേറ്റത്. സിന്ധുവിന്റെ കൈകളിലും പുറത്തും വയറ്റിലും വെട്ടി. നടരാജൻ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. ബഹളം കേട്ട് ഓടിയെത്തിയ നാട്ടുകാർ കണ്ടത് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന നടരാജനെയും സിന്ധുവിനെയും. കയ്യിൽ വെട്ടുകത്തിയുമായി മൃതദേഹത്തിനരികിലിരിക്കുന്ന നവജിത്ത് ആളുകൾ എത്തിയതോടെ 2ാം നിലയിലേക്ക് കയറി. പ്രദേശവാസികൾ ഓടി വരുന്ന സമയത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വെട്ടിയിട്ടേക്കുകയാണ്. പോലീസിനെ വിളിച്ച് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ പോലീസ് എത്തി. വളരെ പെട്ടെന്ന് തന്നെ പോലീസിന്റെ സൈഡിൽ നിന്നുള്ള കാര്യങ്ങളെല്ലാം നീങ്ങി ഓടി പുറത്തേക്ക് കിടക്കുന്ന ഇദ്ദേഹത്തിന് പുറത്തേക്ക് കിടക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ നമ്മൾ ആരും കണ്ടു നിൽക്കത്തില്ല. അത്രയ്ക്ക് വികൃതമായ രീതിയിലാണ് പുള്ളിക്കാരനെ ചെയ്തിരിക്കുന്നത്. മയക്കുമരുന്നിന്റെ ലഹരിയിൽ അക്രമാസക്തനായിരുന്ന നവജിത്തിനെ പോലീസ് കീഴ്പ്പെടുത്തിയത് ബലപ്രയോഗത്തിലൂടെ. കോയമ്പത്തൂരിൽ അഭിഭാഷകനായിരുന്ന നവജിത്ത് സമീപകാലത്താണ് മാവേലിക്കര കോടതിയിൽ പ്രാക്ടീസ് ചെയ്തു തുടങ്ങിയത്. ഇന്നേ വരെ നാട്ടിൽ ഒരു പ്രശ്നവും ഉണ്ടാക്കാത്ത ആളായിരുന്നു നവജിത്ത്. നാട്ടിലാകെ നല്ല പേരുള്ള കുടുംബം. പക്ഷേ ഇന്നലെ രാത്രി ഉണ്ടായ സംഭവങ്ങളിൽ നാടാകെ ഞെട്ടിയിരിക്കുകയാണ്. കായംകുളത്ത് നിന്ന് ഷിബിൻ ബഷീറിനൊപ്പം അശ്വിൻ ബാലാഴി, 24. സംസ്ഥാനത്ത് 2 ഇടങ്ങളിലായുണ്ടായ വാഹനാപകടങ്ങളിൽ 3 മരണം. ആലപ്പുഴ ഹരിപ്പാട് ജംഗ്ഷനിൽ KSRTC സൂപ്പർഫാസ്റ്റ് ബസും ബൈക്കും കൂട്ടിയിടിച്ച് 2 യുവാക്കൾ മരിച്ചു. ആലുവ പുളിഞ്ചോട്ടിൽ ആംബുലൻസ് മറിഞ്ഞ് ഒരാൾ മരിച്ചു. ഹരിപ്പാട് ജംഗ്ഷനിൽ KSRTC സൂപ്പർഫാസ്റ്റ് ബസും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 2 യുവാക്കൾ മരിച്ചു. ബൈക്ക് യാത്രക്കാരായ കുമാരപുരം സ്വദേശി ശ്രീനാഥ്, സുഹൃത്ത് ഗോകുൽ എന്നിവരാണ് മരിച്ചത്. കുമാരപുരം പഞ്ചായത്തിലെ 7ാം വാർഡിലെ BJP സ്ഥാനാർത്ഥി രഘുകുമാർ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള ബൈക്കാണ് അപകടത്തിൽപ്പെട്ടത്. രഘുകുമാറിന്റെ അനന്തരവനാണ് മരിച്ച ശ്രീനാഥ്. എതിർദിശയിൽ നിന്ന് വന്ന KSRTC ബസ്സിലേക്ക് നിയന്ത്രണം നഷ്ടമായ ബൈക്ക് ഇടിക്കുകയായിരുന്നു. ഇന്ന് പുലർച്ചെയാണ് അപകടം നടന്നത്. അങ്കമാലിയിൽ നിന്നും രോഗിയുമായി പോയ ആംബുലൻസ് മറിഞ്ഞ് രോഗി മരിച്ചു. ഇന്ന് പുലർച്ചെ ആലുവ പുളിഞ്ചോട് മെട്രോ സ്റ്റേഷന് സമീപമാണ് സംഭവം. 69 വയസ്സുള്ള എസ്തപ്പാനാണ് മരിച്ചത്. കുടിവെള്ളം നിറയ്ക്കുന്ന വാഹനത്തിലേക്കാണ് നിയന്ത്രണം വിട്ട ആംബുലൻസ് ഇടിച്ച് മറിഞ്ഞത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. ഇനി ശബരിമല വാർത്തകളിലേക്ക്. ശരണം സന്നിധാനം കോ പവേർഡ് ബൈ രമേശ് RG നല്ലെണ്ണ. ആർജിക്കാം നല്ലൊരു പ്രാർത്ഥനാശീലം. കളർ മങ്ങാത്ത വൃത്തി. ലേക്ക് റോൾ കാർ ഷാംപൂ. തരിതരിയായ GRB നെയ്. പ്യുവറാണ്, അത് ഷുവറാണ്. കോ സ്പോൺസർഡ് ബൈ BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലം 15 ദിവസം പിന്നിടുമ്പോൾ ശബരിമലയിൽ ദർശനം നടത്തിയ ഭക്തരുടെ എണ്ണം 13 ലക്ഷം കടന്നു. അവധി ദിവസമായ കഴിഞ്ഞ 2 ദിവസവും ഭക്തരുടെ എണ്ണത്തിൽ കുറവുണ്ടായിരുന്നു. ഇന്ന് ഇതുവരെ 50,000-ഓളം തീർത്ഥാടകർ ദർശനം നടത്തി. നാളെ മുതൽ സന്നിധാനത്ത് കേരളീയ സദ്യ വിളമ്പും. ഉച്ചഭക്ഷണ മെനു പരിഷ്കരിക്കുന്നതിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അറിയിച്ചു. ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്കാണ്. തെരഞ്ഞെടുപ്പ് ചൂടിൽ കേരളം. പഞ്ചായത്തിലോട്ട് കോ സ്പോൺസർഡ് ബൈ വോക്കർ ധരിക്കൂ, നടന്നുകൊണ്ടേയിരിക്കൂ. കണ്ണൂർ കോർപ്പറേഷൻ തെക്കി ബസാർ ഡിവിഷനിലെ NDA സ്ഥാനാർത്ഥി ശ്രുതി M ആകെ തിരക്കിലാണ്. വോട്ടെടുപ്പ് മാത്രമല്ല, കൃത്യസമയത്ത് ആളുകൾക്ക് ഓരോ സാധനം എത്തിച്ചു നൽകുകയും വേണം ശ്രുതിക്ക്. ഇ-കാർട്ട് ഡെലിവറി ജീവനക്കാരിയാണ് 24-കാരിയായ ശ്രുതി. ഇത് ശ്രുതി M, കണ്ണൂർ കോർപ്പറേഷൻ തെക്കി ബസാർ NDA സ്ഥാനാർത്ഥി. സ്ഥാനാർത്ഥി രാവിലെ ഓട്ടത്തിലാണ്. വോട്ടർമാരെ കാണാനല്ല ഈ ഓട്ടം. ഓരോരുത്തരും ഓർഡർ ചെയ്ത് പ്രതീക്ഷിച്ചിരിക്കുന്ന സാധനങ്ങൾ കൃത്യസമയത്ത് എത്തിച്ചു നൽകണം. ആളൊരു ഇ-കാർട്ട് ഡെലിവറി ജീവനക്കാരിയാണ്. 3 വയസ്സുള്ള മകനുണ്ട്. രാവിലെ മകന്റെ കാര്യങ്ങൾ നോക്കി ജോലിയും കഴിഞ്ഞാണ് വോട്ടുപിടുത്തം. സാധനങ്ങളുമായി സ്ഥിരം വീട്ടിൽ വരുന്നയാൾ സ്ഥാനാർത്ഥിയായതോടെ നാട്ടുകാരും സന്തോഷത്തിലാണ്. അതെ, എന്നിട്ട് ഇവർ പറഞ്ഞ എൻ്റെ അടുത്ത് ഇത് ശ്രുതിന്റെ ഇതുണ്ട് വന്നിട്ട് ഫോട്ടോ അടക്കം, പിന്നെ ഇവിടെ നിൽക്കും. ഞാൻ പറഞ്ഞു നന്നായി, ഓള് നിൽക്കണോ, ഓള് ജയിക്കും എന്തായാലും. ആ അതെ, നല്ല
ആ ഉണ്ട്. ഏതായാലും നന്നായി. അതെ, നമുക്ക് കണ്ടിരും തന്നെ സന്തോഷമായിന്. ഏതായാലും കൺഗ്രാജുലേഷൻസ്, ഓൾ ദി ബെസ്റ്റ് കേട്ടാ. എന്തായാലും മോളെ. അതെ, 10 മാസമായി ഡെലിവറി ജോലി തുടങ്ങിയിട്ട്. അധ്വാനിച്ച് ജീവിക്കുന്നതിന്റെ സുഖം വേറൊന്നായതുകൊണ്ട് പ്രചാരണത്തിന് ജോലി തടസ്സമായി കാണുന്നില്ല ശ്രുതി. ഈ കാട്ടിൻ്റെ ഇതിൽ കയറിയിട്ട് 10 മാസമായി. ഞാനത് പാർട്ട് ടൈം ആയിട്ട് ചെയ്യുന്നതാണ്. വെറുതെ വീട്ടിലിരുന്നിട്ട് കാര്യമില്ലല്ലോ. അവൻ ലേഡീസ് എന്തായാലും സ്വന്തമായിട്ട് ഏൺ ചെയ്യേണ്ട ഒരു കാര്യമല്ലേ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇതിൽ ചേർന്നതാണ്. 10 മാസമായി ഞാൻ ഓക്കെയാണ്. ആ ഒരു ജോബിനോട് എനിക്ക് ഭയങ്കര താല്പര്യമാണ്. പ്രചാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ രാവിലെ പണിക്ക് വരും, ഉച്ചയ്ക്ക് ശേഷം പ്രചാരണത്തിന് പോകും. ഇലക്ഷന് പോയപ്പോൾ പ്രചാരണത്തിന് പോയപ്പം അവർ ജനങ്ങൾ എന്നോട് കുറേ കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് മാക്സിമം ചെയ്യാൻ ശ്രമിക്കും, ചെയ്യണം. തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് ശ്രുതി. തെക്കി ബസാറിൽ LDF-നായി ഇ ബീനയും UDF സ്ഥാനാർത്ഥിയായി അഡ്വക്കേറ്റ് റോഷ്ന അഷ്റഫുമാണ് മത്സരിക്കുന്നത്. 24 കണ്ണൂർ. KSFE-യുടെ നവീകരിച്ച പേരൂർക്കട ശാഖ തിരുവനന്തപുരം അമ്പലമുക്കിൽ പ്രവർത്തനം തുടങ്ങി. മാനേജിംഗ് ഡയറക്ടർ സനിൽ SK ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം അർബൻ AGM രാജു R അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബ്രാഞ്ച് മാനേജർ വിനോദ് TS, ഡെപ്യൂട്ടി മാനേജർ സംഗീത PS, KSFE സ്റ്റാഫ്, ഓഫീസേഴ്സ്, സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. 1985-ലാണ് KSFE-യുടെ പേരൂർക്കട ശാഖ അമ്പലമുക്കിൽ പ്രവർത്തനം തുടങ്ങിയത്. 40 വർഷത്തെ പ്രവർത്തന പാരമ്പര്യത്തിനൊപ്പം അത്യാധുനിക സജ്ജീകരണങ്ങൾ ഒരുക്കിയാണ് നന്ദനം ടവേഴ്സിൽ KSFE പ്രവർത്തനം ആരംഭിച്ചത്. ഇന്നത്തെ 1 PM ന്യൂസ് അവസാനിക്കുന്നു.